ക്ലിയർ ആയിട്ട്? ഓക്കെ. ഫിൽട്രേഷൻ രജിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? ഓക്കെ. ഇപ്പൊ ഹോസ്പിറ്റലില് ഏതൊക്കെ തരത്തിലാണ് ഫിൽട്രേറ്റിംഗ് വേസ്റ്റേജസ് ഉണ്ടാവുന്നതിന്റെ കാരണങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതിൽ ആദ്യത്തേതൊക്കെ 3 പോയിന്റ്സ് പറഞ്ഞല്ലോ. എമർജൻസി സിറ്റുവേഷൻ ഇൻവോൾവ് ലൈഫ് ആൻഡ് ഡെത്ത്, urgent attention to patient that involves the use of material, exposure of stock continuously to lower level persons of standardized activity, then too many autonomous unit. ഓക്കെ, അവിടെ പറയണോ പറഞ്ഞ too many autonomous unit പറഞ്ഞോ? Yes. Next one, involvement of more departments in comprehensive administration. Involvement of more departments in comprehensive administration. ഡിപ്പാർട്ട്മെന്റ്സിൽ തന്നെ ഇട കിടക്കുന്നത് ഡിപ്പാർട്ട്സ് എന്നാണ് കേട്ടോ, ഡിപെക്ട്സ് എന്നാണ് എടുക്കുന്നത്. ഡിപ്പാർട്ട്മെന്റ്സ് എന്നാക്കണേ. ഓക്കെ, അതായത് ചില സന്ദർഭങ്ങളിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഒരുമിച്ച് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുമ്പോൾ പല രീതിയിൽ, അതായത് ചില ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ എന്താണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും ഒരുമിച്ചായിരിക്കും പ്രവർത്തിക്കുന്നത്. അത്തരം സാഹചര്യങ്ങളിൽ എന്താണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള വേസ്റ്റേജസ് ഉണ്ടാവാം, ഫിൽട്രേറ്റസ് അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണ ശ്രമങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത. ഓക്കെ, then no job specification. No job specification. അതായത് ഹോസ്പിറ്റലിനകത്ത് നമുക്ക് ഓരോ വ്യക്തികൾക്ക് സ്പെസിഫൈ ചെയ്ത ജോബുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ, മനസ്സിലായത്? അതായത് ഹോസ്പിറ്റലിനകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ജോലികൾ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടല്ല കൊടുക്കുന്നെങ്കിൽ എന്താണ് എന്ത് സംഭവിക്കാം? അവർക്ക് തോന്നുന്ന പോലെ ആയിരിക്കും അവർ ജോലി ചെയ്യുന്നത് അല്ലെ. സ്പെസിഫൈ ചെയ്തിട്ട് ഇന്ന കാര്യങ്ങൾ അവർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ അവർ തോന്നുന്ന പോലെ ചെയ്യുകയും ചെയ്യും. അതോടൊപ്പം തന്നെ എന്താണ് ആവശ്യമായിട്ട് ഒരുപാട് മെറ്റീരിയൽസ് എടുക്കും, ചിലപ്പോൾ മോഷണ ശ്രമം വരെ നടത്താനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഓരോ വ്യക്തികൾക്കും നമ്മൾ എന്താണ് അവരുടെ ജോലികൾ ഏതാണോ സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കണം കൊടുക്കേണ്ടത്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, then holding of large stock of materials for each unit. Holding of large stock of materials for each units. എന്താ പറയുന്നത്? നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമായിരിക്കണം കൊടുക്കേണ്ടത് അല്ലെ. ചില ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ എന്ത് ചെയ്യും, അത് ഹോൾഡ് ചെയ്തിരിക്കും അല്ലെ. അതായത് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും ക്വാണ്ടിറ്റി കൂടുതൽ ചോദിച്ചിട്ട് നമുക്ക് എന്താണ് ഇപ്പൊ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ട്, അവരെന്ത് ചെയ്തു അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചൊക്കെയാണ്. പക്ഷെ സ്റ്റോക്ക് ചെയ്ത് വെച്ച കാര്യം പറയാതെ എന്ത് ചെയ്യും, ഇനിയും ക്വാണ്ടിറ്റീസ് വേണോന്ന് പറഞ്ഞ മെറ്റീരിയൽസ് ഓർഡർ ചെയ്യുകയും അത് പിന്നെയും എന്താണ് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അതിൽ നിന്ന് തന്നെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ നടക്കുന്നുണ്ട്. അത് അനാവശ്യമായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ആ മെറ്റീരിയൽ ചിലപ്പോൾ എന്താണ് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അത് വേസ്റ്റ് ആയി പോവുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ യൂണിറ്റ്സിന് ലാർജ് സ്റ്റോക്ക് മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് വഴി, ഹോൾഡ് ചെയ്ത് വെക്കുന്നത് വഴി എന്താണ് അങ്ങനെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. Then far too many visitors round the clock. Far too many visitors round the clock. എന്താ പറയുന്നത്? അതായത് അധികം വിസിറ്റേഴ്സ്, ഒരുപാട് സന്ദർശകർ ഹോസ്പിറ്റലിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതേപോലെ പിൽഫ്രേജ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അല്ലെ. അതായത് അതുകൊണ്ടാണ് നമ്മൾ അനുവദനീയമായിട്ട് വിസിറ്റേഴ്സിനെ നമ്മൾ സ്ട്രിക്റ്റ് പ്രോട്ടോകോൾസിലൂടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഇല്ലെങ്കിൽ എന്താണ് അനാവശ്യമായിട്ട് സന്ദർശകർ വരികയും ഹോസ്പിറ്റലിനകത്ത് പല രീതിയിലുള്ള മോഷണ ശ്രമങ്ങളും വേസ്റ്റേജസ് ഉണ്ടാകാനായിട്ട് കാരണമാണ്. ഓക്കെ, then far too many visitors, no proper check on staff when they leave duty. ഇനി ഓരോ സ്റ്റാഫുകളും ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മൾ അവരെ എന്തായാലും ചെക്ക് ചെയ്തിട്ട്, എന്തിനു വേണ്ടിയാണ് ചെക്ക് ചെയ്യുന്നത്? ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സ്റ്റാഫുകളെ നമ്മൾ എന്തിനാ ചെക്ക് ചെയ്യുന്നത്? എന്തിനായിരിക്കാം? അവരെന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ അല്ലെ, അവരെന്തെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ എന്ന് ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റ്സിലോ ഒക്കെ എന്തെങ്കിലും എടുത്തിട്ടാണോ പോകുന്നത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ലീവ് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് ഓരോ സ്റ്റാഫുകളും ചെക്ക് ചെയ്യും കേട്ടോ. Then actual shortage in market. Actual shortage in market. സ്റ്റോക്ക് മാർക്കറ്റില് ഷോർട്ടേജ് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരൊക്കെ എന്തെല്ലാം സാധനങ്ങള് ഓവർ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ആരൊക്കെ എന്തൊക്കെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് നമുക്ക് അറിയാൻ സാധിക്കും. അതായത് മാർക്കറ്റിൽ ഷോർട്ടേജ് വരുന്ന മെറ്റീരിയൽസിന് ഷോർട്ടേജ് വരുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കാരണം ഓരോരുത്തർക്കും കൊടുത്തതിന്റെ ഏകദേശം കണക്കുകൾ ഉണ്ടായിരിക്കും അല്ലെ. കണക്കുകൾ ഉണ്ടായി ആ കണക്കിൽ കൂടുതൽ സാധനങ്ങൾ മിസ്സായിട്ടുണ്ടെങ്കിൽ, അതായത് ഷോർട്ടേജ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം അവിടെ എന്തെങ്കിലും തരത്തിലുള്ള പിൽഫ്രേജസ് ഉണ്ടായിട്ടുണ്ട്.
poor material management and audit system. So material management ഡിപ്പാർട്ട്മെന്റിനകത്ത് അത് പ്രോപ്പർ ആയിട്ടല്ല നമ്മൾ മാനേജ് ചെയ്യുന്നെങ്കിൽ, അല്ലെങ്കിൽ അവിടുത്തെ ഓഡിറ്റ് സിസ്റ്റം വളരെ വീക്ക് ആണെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങളും അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നേരിടേണ്ടി വരും. ഓക്കെ, അപ്പൊ മെറ്റീരിയൽസ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങളിൽ വീഴ്ച സംഭവിക്കുക, അല്ലെങ്കിൽ ഓഡിറ്റ് സിസ്റ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും എന്താണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. Then too many hospital staff remaining in the same compound. Too many hospital staff remaining in the same compound. എന്താ പറയുന്നത്? ഒരുമിച്ച് എല്ലാ സ്റ്റാഫുകളും ഒരു കോമ്പൗണ്ടിൽ ഒത്തുകൂടുന്ന സമയത്ത് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലെ? മനസ്സിലായോ? അതായത് ഒരു കോമ്പൗണ്ടിനകത്ത് ഹോസ്പിറ്റൽ ഒരു മെയിൻ കോമ്പൗണ്ടിനകത്ത് എല്ലാ സ്റ്റാഫുകളും ഒരുമിച്ച സമയത്ത് എന്തെങ്കിലും മെറ്റീരിയൽസ് ഒക്കെ അവർ ഉപയോഗിക്കുകയും ചെയ്യും, അതോടെ വേസ്റ്റ് ആയിട്ട് ഇടുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അതിനകത്തുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നത് ഇതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ, അങ്ങനെയൊന്നല്ല കേട്ടോ. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, കൂട്ടത്തിൽ കൂടുന്ന സമയത്ത് എന്തെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുപോകും. Then inadequate workforce to document expenditure and revenue accurately. Inadequate workforce to document expenditure and revenue accurately. അതായത് വരവ് ചെലവ് കണക്കുകൾ കൃത്യമായിട്ട് രേഖപ്പെടുത്താത്ത സ്റ്റാഫുകളുടെ അഭാവം. ഓക്കെ, അതായത് മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ, റവന്യൂ, ഇതൊന്നും തന്നെ കൃത്യമായിട്ട് അവർ രേഖപ്പെടുത്തുന്നില്ല. രേഖപ്പെടുത്താതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അവരെന്തൊക്കെയോ ഡിഫിക്കൽട്ടീസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് അവര് എക്സ്പെൻഡിച്ചറും റവന്യൂ ഒന്നും തന്നെ അഡിക്വേറ്റ് ആയിട്ട് ഡോക്യുമെന്റ് ചെയ്യാത്തത്. ഓക്കെ, ഇതൊക്കെയാണ് ഹോസ്പിറ്റലിനകത്ത് പ്രധാനമായിട്ട് നടക്കുന്ന പിൽഫ്രേജസും വേസ്റ്റേജസും. മനസ്സിലായോ? ഓക്കെ ആണോ? വലിയ ഇമ്പോർട്ടന്റ് ഒന്നല്ല കേട്ടോ, കാര്യം കേട്ടാൽ മനസ്സിലാവുമല്ലോ. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞ പല മെറ്റീരിയൽസ് ഹോസ്പിറ്റലിനകത്ത് മോഷ്ടിച്ചു കൊണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് കൂടുതലായിട്ട് പിൽഫ്രേജിൽ വരുന്നത്, അല്ലെങ്കിൽ മോഷണ ശ്രമങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് ഏതൊക്കെയാണ്? ഓക്കെ, ഒന്ന് നോക്കാം. ഐറ്റംസ് ഇൻവോൾവ്ഡ് ഇൻ പിൽഫ്രേജ് ഏതാണ്? ഒന്ന് ഡ്രഗ്സ് മോഷ്ടിക്കാം, ഫുഡ് മെറ്റീരിയൽസ്, കഫ്റ്റീരിയയിൽ നിന്ന് ഫുഡ് മെറ്റീരിയൽസ് കൊണ്ടുപോവാം, ലിനൻ മെറ്റീരിയൽസ്, ലോണ്ടറി മെറ്റീരിയൽസ് എടുത്തുകൊണ്ട് പോവാം, പേഷ്യൻസിന്റെ കോട്ട്, ബെഡ്ഷീറ്റ്സ്, കവർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കെട്ടുകൊണ്ടുപോവാം. മെറ്റീരിയൽ വെയർ സച്ച് ആസ് യൂട്ടൻസിൽസ്. എന്താണ് യൂട്ടൻസിൽസ്? എന്താണ്? പാത്രങ്ങൾ അല്ലെ? ഇപ്പൊ നമ്മുടെ കഫ്റ്റീരിയെന്നൊക്കെ എന്താണ്, കിച്ചൺ ഏരിയ, കാന്റീൻസ് എന്നൊക്കെ എന്താണ് പാത്രങ്ങൾ വരെ മോഷ്ടിച്ചുകൊണ്ട് നടത്തുന്നു. സ്പൂണ്, ഗ്ലാസ്, പ്ലേറ്റ്സ്, അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ്സ്, ചെറിയ ചെറിയ നമുക്ക് പോക്കറ്റ്സിലൊക്കെ ഒളിപ്പിക്കാം, ബാഗിലൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആൾക്കാര് തട്ടിക്കൊണ്ടു പോകുന്നു. ഓക്കെ, ഇത്ര ഐറ്റംസ് ആണ് പ്രധാനമായിട്ട് മോഷണം പോകുന്നത്. ഏതൊക്കെയാണ്? ഡ്രഗ്സ്, ഫുഡ് മെറ്റീരിയൽസ്, ലിനൻ മെറ്റീരിയൽ സച്ച് ആസ് യൂട്ടൻസിൽസ്, അഥവാ പാത്രങ്ങള്, ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ, ക്ലിയർ? Then detection of pilferage. നമുക്ക് ഈ മോഷണ ശ്രമം എങ്ങനെ കണ്ടെത്താം, എങ്ങനെ ഡിറ്റക്ട് ചെയ്യാം? ഇത്തരം മോഷണങ്ങൾ പോകുന്നുണ്ടെന്ന് കണ്ടെത്താൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ഇനി abrupt rise in routine needs or demand. Any reasonable expenditure of any section when compared to previous periods. Okay, first ഈ pilferage നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും? പെട്ടെന്ന് ഒരു ദിവസം സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ സാധനങ്ങൾ ആവശ്യപ്പെടുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം അവരുടെ ആവശ്യങ്ങളിൽ വ്യത്യാസം വരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവർക്ക് എന്തോ ഒരു തട്ടിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അതായത് നോർമലി സാധാരണ എടുക്കുന്ന ക്വാണ്ടിറ്റിയേക്കാളും കൂടുതൽ ചോദിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ആവശ്യമോ ഉന്നയിക്കുകയോ ചെയ്താൽ എന്താണ് അതിനകത്ത് അവർക്ക് എന്തോ അത് ഉദ്ദേശം, നോർമൽ ആയിട്ടുള്ള ഏതോ ഒരു ഉദ്ദേശം ഉണ്ടെന്ന് വിജയ് ഒരു മിനിറ്റ് ട്ടോ. Okay.
യെസ്. അപ്പോൾ അതെങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽസ് അവരുടെ ഡിമാൻഡ് കൂട്ടി ചോദിക്കുകയാണെങ്കിൽ എന്താണ് അവിടെ എന്തോ മിസ്റ്റേക്സുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. Then any unreasonable expenditure of any section when compared to previous period. അതെന്താണ് അങ്ങനെ പറയുന്നത്? Any unreasonable expenditure എന്ന് പറയുന്നത് എന്താ? ചെലവ് കൂടി വരുന്നത് അല്ലെ, കാരണമില്ലാത്ത രീതിയിൽ ചെലവ് കൂടുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? പ്രത്യേകിച്ച് പ്രീവിയസ് ഇയർ കമ്പയർ ചെയ്ത് നോക്കുന്നത് അല്ലെ, എത്രത്തോളം മെറ്റീരിയൽസ് പ്രീവിയസ് ഇയറിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉപയോഗിച്ചിട്ടുണ്ട്, എത്രത്തോളം മാക്സിമം വരും എന്ന് നമുക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അത് പ്രീവിയസ് ഇയർ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും എക്സ്പെൻഡിച്ചർ ഇപ്രാവശ്യം വന്നിരുന്നെങ്കിൽ അവർ എന്തൊക്കെയോ മിസ്റ്റേക്സുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പല മെറ്റീരിയൽസ് മോഷ്ടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ അത് മറച്ചു വെക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഈ ഒരു രണ്ട് തരത്തിലാണ് നമുക്ക് പെട്ടെന്ന് തട്ടിപ്പുകളൊക്കെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഒന്ന് ആവശ്യത്തിൽ കൂടുതൽ ആ ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് പ്രീവിയസ് ഇയർ നമ്മൾ എക്സ്പെൻഡിച്ചർ കമ്പയർ ചെയ്യുന്ന സമയത്ത് ആ പീരീഡ് നോക്കുമ്പോൾ എന്താണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതലായിട്ട് കാണുകയാണെങ്കിലും അതിലും എന്ത് മനസ്സിലാക്കാൻ പറ്റും, അവരെന്തോ മോഷണ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? നെക്സ്റ്റ് വൺ, ഏരിയാസ് ഓഫ് പിൽഫ്രേജ്. എവിടെ നിന്നൊക്കെയാണ് മോഷണ ശ്രമങ്ങൾ അല്ലെങ്കിൽ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നത് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ്? കിച്ചൺ റോ മെറ്റീരിയൽസ് ബിഫോർ കുക്കിംഗ്, കുക്ക്ഡ് ഫുഡ്, ഫുഡ് മെറ്റീരിയൽസ് ലോസ്റ്റ് വെൻ ട്രാൻസ്പോർട്ടഡ് ഫ്രം കിച്ചൺ ടു വാർഡ്. ഇപ്പൊ പ്രധാനമായിട്ട് കിച്ചൺ ഏരിയ ആണ്. കിച്ചണിലെ റോ മെറ്റീരിയൽസ്, വെജിറ്റബിൾസ് അങ്ങനെ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള സാധനങ്ങൾ, കുക്ക് ചെയ്തതും കുക്ക് ചെയ്യാത്ത സാധനങ്ങൾ വരെ ആൾക്കാർ മോഷ്ടിക്കുന്നുണ്ട്. സത്യം കേട്ടോ. പിന്നെ ഫുഡ് മെറ്റീരിയൽസ് ലോസ്, ഇപ്പം വാർഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് മിസ്സായി പോകുന്നത്, വാർഡിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് പോലും എന്താണ് വാർഡിലെത്താതെ ആ ഫുഡ് ഐറ്റംസ് മിസ്സാകുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് മെയിൻ ഏരിയാസ് എന്ന് പറയുന്നത്. പിന്നെ ഡ്രഗ് സ്റ്റോർ ഏരിയാസിൽ നിന്നും കൂടുതലായിട്ട് മോഷണ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, കാഷ്വാലിറ്റി എമർജൻസി സർവീസ് ഏരിയയിൽ നിന്ന് മോഷണങ്ങൾ പോകുന്നുണ്ട്. ഏരിയ ഹാൻഡ്ലിംഗ് സീരീസ് ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് മെറ്റർണിറ്റി വാർഡ്, സ്റ്റീലിംഗ് ഓഫ് ന്യൂ ബോൺ ബേബീസ്. പ്രത്യേകിച്ച് നമുക്ക് പ്രത്യേക കെയർ കൊടുക്കുന്ന ക്രിട്ടിക്കൽ ഏരിയാസിൽ, അതായത് മെറ്റർണിറ്റി വാർഡിൽ നമുക്കറിയാം ഡിസാസ്റ്റർ പഠിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കുട്ടികളെ ന്യൂ ബോൺ ബേബീസിന്റെ അടുത്തുകൊണ്ട് പോകുന്നുണ്ട്, ലേബർ റൂമിൽ നിന്ന്, ICCUവിൽ നിന്ന്, മോർച്ചറിയിൽ നിന്ന്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് എന്താണ് പല രീതിയിലുള്ള മെറ്റീരിയൽസുകൾ മോഷണം പോകുന്നുണ്ട്. ഓക്കെ, മോർച്ചറിയിൽ നിന്ന് മോഷ്ടിക്കാൻ പറ്റും, മോർച്ചറിയിൽ നിന്ന് മോഷ്ടിക്കാം. പറഞ്ഞ പറയാമോ? മോർച്ചറിയിൽ എന്ത് മോഷ്ടിക്കാം നമ്മള്? ഡെഡ് ബോഡി. ബോഡിയാണോ? ഡെഡ് ബോഡി. ഡെഡ് ബോഡിക്കൊക്കെ മാർക്കറ്റിംഗ് ഉണ്ടല്ലേ? ഉണ്ട്. ആണോ? കിട്ടോ? മറ്റേ സിനിമ പറഞ്ഞേ ഇപ്പൊ എടുക്കാനുണ്ടോ? അല്ലെ, ഏത് സിനിമ? കല്യാണ രാമനിൽ പറഞ്ഞോളൂ അല്ലെ, ഇപ്പൊ കിട്ടുമെന്ന് നോക്കിക്കോളാം. അതല്ല കേട്ടോ, അവിടെ അല്ലാതെയുള്ള മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്, ചെറിയ രീതിയിലുള്ള മെറ്റീരിയൽസ് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇപ്പൊ ബോഡിയും കൂടി കൊണ്ടുപോകുന്നുണ്ടാവും അല്ലെ, പറയാൻ പറ്റില്ല. നമ്മൾ 10 ബോഡി വെച്ച സമയത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോ 10ാമത്തെ ബോഡി കാണുന്നില്ല അല്ലെ, മിസ്സാണ്, മിസ്സിംഗ് ആണ്. പിന്നെ കാർഡിയോ തൊറാക്കിക് യൂണിറ്റ്സിൽ നിന്നുള്ള മെറ്റീരിയൽസ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ്സിൽ നിന്നുള്ള മെറ്റീരിയൽസ്, ആക്സിഡന്റ് യൂണിറ്റ്സിൽ നിന്നുള്ള മെറ്റീരിയൽസ്, പീഡിയാട്രിക് യൂണിറ്റ്സിലെ മെറ്റീരിയൽസ്, OT അതായത് ഓപ്പറേഷൻ തിയേറ്ററിലെ ജനറൽ ഐറ്റംസ് വിൽ ബി സ്റ്റീൽ ലൈക്ക് ബ്ലേഡ്, ഡ്രഗ്, ഗ്ലൗസ് മുതലായ സാധനങ്ങള്. പിന്നെ വാർഡിൽ നിന്ന് വാർഡ് സെക്ഷൻസ്, അതായത് ലിനൻസ്, സോപ്പ്, ടോർച്ച്. പിന്നെ ഇതിന്റെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഹോസ്പിറ്റലകത്ത് അല്ലെ, അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൽ ക്യാഷ് പോകുന്നുണ്ട് പോലെ അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ആംബുലൻസ് സർവീസസിൽ പെട്രോള്, ഓയില്, ജനറൽ സ്റ്റോറിൽ നിന്ന് പല സാധനങ്ങളും മോഷണം പോകുന്നുണ്ട് പല ഏരിയാസിൽ നിന്ന് കേട്ടോ. പേരുകൾ മാത്രം നോക്കിയാൽ മതി. നോക്കൂ, ആംബുലൻസ് സർവീസ്, ആംബുലൻസിന്റെ അകത്തുനിന്ന് എന്താണ് പെട്രോൾ വരെ ആൾക്കാരുടെ അടുത്ത് പോകുന്നുണ്ട്, കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ റിയൽ ആയിട്ട് നടക്കുന്ന സംഭവങ്ങളാണ് പിള്ളേരെ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഇതിന് എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം വേണ്ടത്. ഇങ്ങനെ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഒരു ഗ്രോത്ത് ഉണ്ടാവോ? ഇല്ല, എപ്പോഴും നഷ്ടം മാത്രമേ സംഭവിച്ചുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയുള്ള റെമഡിയൽ മെഷേഴ്സ് കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത്തരം മോഷണ ശ്രമങ്ങളും ഇത്തരം തട്ടിപ്പുകളെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റെമഡിയൽ മെഷേഴ്സ്, അതിന്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. A thorough study of the system and identification of loopholes. A thorough study of the system and identification of loopholes. എന്താണ് ലൂപ്ഹോൾസ് എന്ന് പറയുന്നത്? പഴുതുകൾ അല്ലെ. അതായത് നമ്മൾ എന്ത് ചെയ്യണം? ഈ സിസ്റ്റം നന്നായിട്ട് പഠിക്കാം. എന്താണ് മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സിസ്റ്റത്തില്
അതായത് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഏതൊക്കെ രീതിയിലാണ് മെറ്റീരിയൽസ് കൊടുക്കേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ പഴുതുകൾ അടച്ചിട്ട് ആവശ്യത്തിനുള്ള മാത്രം കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, ഒരു സിസ്റ്റം കൊണ്ടുവരണം അല്ലെ. അപ്പൊ അതിനു മുമ്പായിട്ട് അതെന്താണ് അവിടുത്തെ പ്രോസസ്സുകൾ എന്ന് വ്യക്തമായി പഠിച്ചതിന് ശേഷം മാത്രമായിരിക്കുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിലിരിക്കാൻ പറ്റുന്നത്. സ്റ്റോക്ക് ഒക്കെ എങ്ങനെ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് എന്നെല്ലാം രീതിയിൽ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് ഒരു സിസ്റ്റം കൊണ്ടുവരാണെങ്കിൽ എന്താണ്, നമുക്ക് മറ്റൊരു രീതിയിൽ എല്ലാ ലൂപ്പേഴ്സും അല്ലെങ്കിൽ പഴുതുകൾ അടിച്ചുകൊണ്ട് എല്ലാം കൂടെ കൂട്ടാനായിട്ട് സാധിക്കും അല്ലെ. ഓക്കെ, ദെൻ ഇംപ്രൂവ് ദ മോണിറ്ററിംഗ് സിസ്റ്റം. ഈ സിസ്റ്റം മോണിറ്റർ ചെയ്യാനായിട്ടൊരു ടീം ഉണ്ടായിരുന്നു അല്ലെ. ഈ മെറ്റീരിയൽസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് അതിനെ എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കണം, ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കാനായിട്ടൊരു ടീം, മോണിറ്ററിംഗ് ചെയ്യാനായിട്ടൊരു ടീമിനെ സെറ്റ് ചെയ്യുക. ഏറ്റവും നല്ലൊരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ടീം ആയിരിക്കണം. ഓക്കെ, then standardization of needs of various departments and wards. Standardization of needs of various departments and wards എന്താ പറയുന്നത്, അതായത് ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും വാർഡ്സിനും അവർക്ക് ആവശ്യം എന്താണ്, ആവശ്യത്തിന് മാത്രമുള്ള അവരുടെ ആവശ്യകത എന്താണോ അതിനനുസരിച്ച് മാത്രമുള്ള രീതിയിൽ അവർക്ക് സാധനങ്ങൾ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ വിതരണം ചെയ്യുക. ആവശ്യത്തിന് കൂടുതൽ കൊടുക്കരുത്, ആവശ്യം എന്താണോ അത് കൃത്യമായി അറിഞ്ഞതിന് ശേഷം അത് പ്രൊവൈഡ് ചെയ്യുക. ഇൻക്രീസ് നമ്പർ ഓഫ് സെക്യൂരിറ്റി പേഴ്സണൽ, പ്രത്യേകിച്ച് സെക്യൂരിറ്റി പേഴ്സണൽസിന്റെ നമ്പേഴ്സ് കൂട്ടുക, അതായത് അവരുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇതിന് വേണ്ടിയിട്ട് സുരക്ഷിതത്വം കുറച്ചുകൂടി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് സെക്യൂരിറ്റി പേഴ്സൺസിന്റെ നമ്പേഴ്സ് കൂട്ടാം, എണ്ണം കൂട്ടാം കേട്ടോ. റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. റൗണ്ട് ദ ക്ലോക്ക് ഹാൻഡ്ലിംഗ് ഓഫ് കോസ്റ്റ്ലി ഡ്രഗ്സ് ബൈ സീനിയർ ഒഫീഷ്യൽസ്. നമ്മുടെ കോസ്റ്റ്ലി ഡ്രഗ്സുകളിൽ എ ഐറ്റംസിൽ ഉൾപ്പെടുന്ന കോസ്റ്റ്ലി ഡ്രഗ്സുകൾ അല്ലെങ്കിൽ എ ഐറ്റംസിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം തന്നെ ഒരു സീനിയർ ഒഫീഷ്യൽസ് ആയിരിക്കണം ഹാൻഡിൽ ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? കോസ്റ്റ്ലി ഡ്രഗ്സിനെ കൈകാര്യം ചെയ്യേണ്ടത് ആരായിരിക്കണം, സീനിയർ ഒഫീഷ്യൽസ് ആയിരിക്കണം അത് കൈകാര്യം ചെയ്യുന്നത്. അതിന്റെ അധികാരം മറ്റ് ലോ സ്റ്റാഫുകൾക്കൊന്നും തന്നെ കൊടുക്കാനായിട്ട് പാടില്ല. എപ്പോഴും അത് ആരായിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്, സീനിയർ ഒഫീഷ്യൽസ് ആയിരിക്കണം കൈകാര്യം ചെയ്യേണ്ടത്. Then supply of costly drugs on special intents only. Supply of costly drugs on special intents only. ഇനി ആരെങ്കിലും കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രഗ്സുകൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റ് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഇന്റന്റ് ഉണ്ടെങ്കിൽ, ഇന്റന്റ് എന്താണ്, അഭ്യർത്ഥന അല്ലെ, റിക്വസ്റ്റ് ആയിരിക്കണം. അതായത് അവരുടെ വ്യക്തമായ അഭ്യർത്ഥന പ്രകാരം അല്ലെങ്കിൽ ഇന്റന്റ് പ്രകാരം മാത്രമേ അവർക്ക് കോസ്റ്റ്ലി ഡ്രഗ്സുകൾ നമ്മൾ സപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇതിൽ വ്യക്തമായ കാരണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് കോസ്റ്റ്ലി ഡ്രഗ്സുകൾ അത് ആവശ്യപ്പെടുന്നത് എന്നുള്ള കാരണം വ്യക്തമായി എഴുതിയ ഒരു അഭ്യർത്ഥനയോട് കൂടി മാത്രമേ നമുക്ക് ആ ഡ്രഗ്സുകൾ കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ സർപ്രൈസ് വെരിഫിക്കേഷൻ ആൻഡ് റുട്ടീൻ ഓഡിറ്റ്. ഡിപ്പാർട്ട്മെന്റ് വൈസ് എന്ത് ചെയ്തിരിക്കണം, ഒരു സർപ്രൈസ് വെരിഫിക്കേഷൻ ടെസ്റ്റുകളൊക്കെ അല്ലെങ്കിൽ റുട്ടീൻ ഓഡിറ്റ് നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്ത് സർപ്രൈസ് ആയിട്ട് കണ്ടക്ട് ചെയ്യും. സർപ്രൈസ് ആയിട്ട് വെരിഫിക്കേഷൻസ് കണ്ടക്ട് ചെയ്യുക. ഇത്തരം റെമഡിയൽ മെഷേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഈ പ്രവർത്തനങ്ങൾ ഏകദേശം ഏറ്റവും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സഹായിക്കും കേട്ടോ. മനസ്സിലായോ? ക്ലിയർ? ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ടെസ്റ്റ് ശ്രദ്ധിക്കണേ. മൊഡ്യൂൾ 4 നോക്കിയേ. മൊഡ്യൂൾ 4 എനിക്ക് 3 ചാപ്റ്റർ എടുക്കാനുള്ളത്, 4 3. First one, long-term and services. Second, overview. And third one, patient satisfaction. അത് നമുക്ക് ലാസ്റ്റ് എടുക്കാം കേട്ടോ. അത് ഒരുപാട് എടുക്കാനുണ്ട്, ലാസ്റ്റിലേക്ക് വെക്കാം. അത് വെച്ചുകൊണ്ടിരുന്നാല് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് അവിടെ നിൽക്കും. ബാക്കി ആദ്യം ചെറിയ ചാപ്റ്റേഴ്സ് എടുത്ത് തീർന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. എല്ലാവർക്കും PDF കാണാമോ? ചാപ്റ്റർ 2, ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ്. കാണുന്നില്ലേ? കാണുന്നില്ല.
കാണാലോ? കാണാമോ? യെസ്, കുറച്ച് സമാധാനമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ്. പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടീസ് ആയിട്ടൊന്നും ഇതിലില്ല. ഓക്കെ, നിങ്ങൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിനകത്ത് കണ്ടിട്ടുണ്ടോ? ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ശ്രദ്ധിച്ചിട്ടില്ല ആണോ? ഓക്കെ, എന്താണ് laundry and linen service നോക്കാം. In the present day hospitals, laundry and linen service are one of the most important supportive services. ഹോസ്പിറ്റലിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സർവീസസ് ആണ് ഇത് laundry and linen services എന്ന് പറയുന്നത്. Laundry. Laundry department at hospitals are responsible for maintaining neatness of linens, staff uniform, lab coats and tailoring service to meet the needs of patients and staff. അപ്പൊ ഇവരുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഹോസ്പിറ്റലിലെ തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുക എന്നാണ് അല്ലെ. അപ്പൊ ഹോസ്പിറ്റലിലെ ക്ലോത്തിങ് മെറ്റീരിയൽസ് കൈകാര്യം ചെയ്യുക എന്ന റെസ്പോൺസിബിലിറ്റീസ് ആണ് ആർക്കുള്ളത്? ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസിന് പ്രധാനമായിട്ടുള്ളത്. അതായത് ഏതൊക്കെയാണ്? അതായത് പ്രത്യേകിച്ച് ആ തുണിത്തരങ്ങളുടെ നീറ്റ്നെസ് അങ്ങനെ എപ്പോഴും ഹൈജീനിക് ആയിട്ട് നിലനിർത്തണം. സ്റ്റാഫുകളുടെ യൂണിഫോംസ്, ലാബ് കോട്ട്സ്, ദെൻ അതർ പേഷ്യൻസിന്റെയും സ്റ്റാഫിന്റെയും ഒക്കെ നീഡ്സ് അനുസരിച്ചിട്ട് അവരുടെ എല്ലാ ക്ലോത്തിങ് മെറ്റീരിയൽസും പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ഒരു സർവീസസ് ആണ് കേട്ടോ. The hospital laundry with the linen which got stained from various body fluids, blood, urine, feces, etc. This type of linen needs to be cleansed and serviced before they are being put into the washing machine, as they have carefully and delicately handled. Reliable laundry services is one of the greatest importance to the hospital. ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം പല പേഷ്യൻസും സ്റ്റാഫും ഉപയോഗിക്കുന്ന തുണിത്തരങ്ങളുണ്ട് അല്ലെ. പ്രത്യേകിച്ച് അതിലൊക്കെ എന്താണ്, പേഷ്യൻസ് ഉപയോഗിക്കുന്നതാണെങ്കിൽ ബ്ലഡോ യൂറിനോ അല്ലെങ്കിൽ അതേപോലെയുള്ള മെറ്റീരിയൽസുകൾ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഏറ്റവും പവർഫുൾ ആയ രീതിയിൽ ക്ലെൻസ് ചെയ്ത് ഏറ്റവും ഹൈജീനിക് ആയിട്ടാണ് അത് വാഷിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് എന്താണ് ലാബ് സർവീസസ് മാത്രമായിട്ട് പ്രത്യേകമായ രീതിയിലുള്ള വാഷിംഗ് മെഷീൻസ് നമ്മൾ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏറ്റവും നല്ല രീതിയിലാണ് എന്താ ഈ ഒരു സർവീസസ് തുണിത്തരങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ലോണ്ടറി ആൻഡ് ലിനൻ സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ആ ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻട്രൊഡക്ഷൻ മാത്രം വായിച്ചേ.
Hello, കേൾക്കാമോ? Yes. The linen and laundry services should provide safe, clean, ample, and timely supply of linen to user units of the hospital at the right time, right place, right quantity, and at right price. Yes, ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ക്ലോത്ത്സ് എന്ന് പറയുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ളതും ക്ലീൻ ആയിട്ടുള്ളതും ആംബിൾ മീൻസ് ധാരാളമായിട്ടുള്ളതും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള സപ്ലൈയിലാണ്. യെസ്, അതായത് ഓരോ യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യപ്പെടുന്ന ലിനൻ മെറ്റീരിയൽസ് നമ്മുടെ കറക്റ്റ് ടൈമില് കറക്റ്റ് പ്ലേസില് കറക്റ്റ് ക്വാണ്ടിറ്റിയില് കറക്റ്റ് പ്രൈസിലാണ് ഈ ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ്സിൽ എത്തിച്ചു കൊടുക്കുന്നത്. ഓക്കെ, അതാണ് അവരുടെ മെയിൻ സർവീസസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതിലൊന്ന് പിക്ക് ചെയ്യണേ. The linen and laundry services should provide safe, clean, ample, and timely supply of the linen to user units. ഓരോ യൂണിറ്റ്സുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് കൃത്യസമയത്ത് കൃത്യ പ്ലേസില് കൃത്യ ക്വാണ്ടിറ്റിയില് കൃത്യ പ്രൈസസിലാണ് അവർ എത്തിച്ചു കൊടുക്കുന്നത്. This term is used to denote clothing items. It consists of all the textiles used in hospital, which include mattress, bed cover, bed sheets, towel, blankets, screen, curtain, ഡോക്ടർ കോട്ട്, ടേബിൾ കവർ എക്സെട്ര. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഉൾപ്പെടുന്ന ക്ലോത്തിങ് ഐറ്റംസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് വരുന്നത്? ഇൻക്ലൂഡ് മാട്രസ് വരുന്നുണ്ട്, ബെഡ് കവേഴ്സ് വരുന്നുണ്ട്, ബെഡ് ഷീറ്റ്സ് ഉണ്ട്, ടവല്, ബ്ലാങ്കറ്റ്സ്, സ്ക്രീൻ കർട്ടൺ കണ്ടിട്ടില്ല, സ്ക്രീനിൽ വരുന്ന കർട്ടൻസ്, അതേപോലെ ഡോക്ടർ കോട്ട്സുകൾ, ടേബിൾ കവർ മുതലായ ഐറ്റംസ് ആണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. ഓക്കെ, the most preferred and frequently used material is cotton as it is lower priced and more comfortable. അപ്പൊ നമ്മൾ ഈ തുണിത്തരങ്ങൾക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഏതാണ് കൂടുതലായിട്ട് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഏത് മെറ്റീരിയൽ ആണ്? ഏത് മെറ്റീരിയൽ ആണ്? കോട്ടൺ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നമ്മൾ എല്ലാ ഹോസ്പിറ്റലിലും പേഷ്യൻസിന് വേണ്ടി ഉപയോഗിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആണ്? കോട്ടൺ മെറ്റീരിയൽസ്. അത് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആണ് ആ മെറ്റീരിയൽസ് അല്ലെ. അതുകൊണ്ട് തന്നെ അത് കോട്ടൺ മെറ്റീരിയൽസ് ആണ് കൂടുതലായും ലിനൻ സർവീസസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. Hospital laundry receive all the linen material from different areas such as ward, OPD, and office area, where they undergo the process of sorting, washing, extracting, drying, ironing, folding, mending, and delivery. In the case of linen, special care should be taken. Okay. യെസ്, അപ്പൊ എല്ലാ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്ന് ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് ഓരോ ലിനൻ മെറ്റീരിയൽസിൽ കളക്ട് ചെയ്യുന്നു. അത് ഏതൊക്കെ മെറ്റീരിയൽസ്, ഏതൊക്കെ പ്രധാനമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണ്? വാർഡ് അല്ലെങ്കിൽ OP അല്ലെങ്കിൽ OPD. ഓക്കെ, ഹോസ്പിറ്റൽ വാർഡ് അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റേഴ്സ് അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ നിന്നെല്ലാം എന്താണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് നമ്മൾ കളക്ട് ചെയ്തതിനു ശേഷം ഇത് എന്ത് ചെയ്യും? ഫസ്റ്റ് എന്താ ചെയ്യുന്നത്? സോർട്ട് ചെയ്യും അല്ലെ. അത് സോർട്ട് ചെയ്തെടുത്തതിന് ശേഷം അത് വാഷിംഗ് ചെയ്യും. സോർട്ട് ചെയ്തതിനു ശേഷം അത് വാഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ വാഷ് ചെയ്തതിനു ശേഷം എന്താണ്? എക്സ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? അത് വേർതിരിച്ചെടുക്കുക. ദെൻ അത് ഡ്രൈ ആക്കുക. ഓക്കെ, അത് ഡ്രൈ ചെയ്യുന്നു, അയണിങ് ചെയ്യുന്നു, ഫോൾഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഫോൾഡ് ചെയ്യാൻ അടക്കുന്നു, അത് മെയിൻ ചെയ്യുന്നത് അടുക്കി വെച്ചതിന് ശേഷമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇത് ഡെലിവറി ചെയ്യുന്നത്. ഇനി പ്രോസസ് അങ്ങനെയാണ് കേട്ടോ. ലിനൻ പ്രോസസ് എങ്ങനെ നടക്കുന്നത്? സോർട്ടിങ്, വാഷിംഗ്, എക്സ്ട്രാക്ടിങ്, ഡ്രൈയിങ്, അയണിങ്, ഫോൾഡിങ് ആൻഡ് മെയിൻറ്റിങ് ആൻഡ് ഡെലിവറി. ഓക്കെ, അണ്ടർലൈൻ ചെയ്യണേ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, ഓക്കെ.
ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. ലോങ് റാൻ ലിനൻ സർവീസസിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ഇനി നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോങ് റാൻ ലിനൻ സർവീസസ് ആണ്. ഒബ്ജക്റ്റീവ്സ് ആണ് നോക്കുന്നത്. The purpose of this department is to provide adequate clean material to the patients and personnel while ensuring that hygienic conditions are maintained in the process. Okay. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്തായിരിക്കും? എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനും ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ തുണിത്തരങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, അല്ലെ? യെസ്, മാത്രമല്ല മതിയായ രീതിയിലുള്ള ഏറ്റവും ക്ലീൻഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് നമ്മൾ 3 പോയിന്റ്സ് ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ എന്താണ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് to retain a comfortable and safe environment for the patient, staff and visitors. To retain a comfortable and safe environment for the patient, staff and visitors. First objective എന്താ പറയുന്നത്? വരുന്ന പേഷ്യൻസിനും സ്റ്റാഫിനും വിസിറ്റേഴ്സിനും എന്താണ് ഏറ്റവും കംഫർട്ടബിൾ സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന മറ്റെല്ലാ തുണിത്തരങ്ങളും, അതായത് എന്താ പറയാ, ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ അകത്തും അല്ലെങ്കിൽ പോകുന്ന കോറിഡോർസിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ആര് തന്നെയാണ്? ലോണ്ടറി സർവീസസ് തന്നെയാണ്, അല്ലെ? അപ്പൊ അവിടെ അവർ ഏറ്റവും നല്ലൊരു അന്തരീക്ഷം നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്, ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തുക എന്നുള്ളതാണ് അവരുടെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, then to provide constant supply of qualitative linen to various required areas like IP, operation theaters, OPD and other areas. ഇനി പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് IP-ലേക്ക് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, OT, അതുപോലെ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയ അതർ ഏരിയാസിലെല്ലാം തന്നെ ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻസിന്റെ കോൺസ്റ്റന്റ് സപ്ലൈസ് കൃത്യമായിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നതും എന്താണ് ഇവിടെ പ്രധാന ഒബ്ജക്റ്റീവ്സിൽ ഉൾപ്പെടുന്നതാണ് കേട്ടോ. എവിടേക്കൊക്കെയാണ് പ്രത്യേകിച്ച് റിക്വയർഡ് ഏരിയാസ് എന്ന് പറയുന്നത്? IP, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, OPD and അതർ ഏരിയാസിലേക്കുള്ള ക്വാളിറ്റേറ്റീവ് ലിനന്റെ കോൺസ്റ്റന്റ് ആയിട്ട് സപ്ലൈ ചെയ്യുക എന്നുള്ളതും അവരുടെ ഒബ്ജക്റ്റീവ് ആണ്. Then third objective എന്ന് പറയുന്നത് ഏതാണ് ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ? To control hospital infections and retain the quality of care. To control hospital infections and retain the quality of care. മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൽ എന്താ പറയുന്നത്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് കുറച്ചുകൊണ്ട്, അല്ലെ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസ് ഒരു പരിധി വരെ കുറച്ചുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി കെയർ ആയിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത്. ഒന്ന്, പേഷ്യൻസിനും സ്റ്റാഫിനും ഏറ്റവും നല്ലൊരു എൻവയോൺമെന്റ്, സേഫ് ആയിട്ടുള്ള എൻവയോൺമെന്റ് നിലനിർത്തുക. അതോടൊപ്പം തന്നെ എന്താണ് പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ലിനൻസ് സപ്ലൈ ചെയ്യുക. മൂന്നാമത് പറയുന്ന ഒബ്ജക്റ്റീവ് എന്താണ്? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻസിൽ നിന്ന് നിയന്ത്രിക്കുന്നതോടൊപ്പം തന്നെ ക്വാളിറ്റി കെയറുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ 3 ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും പഠിക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് സം ഓഫ് ദ മെയിൻ ഫങ്ഷൻസ് ഓഫ് ലൗണ്ടറി സർവീസസ് ആർ ദ ഫോളോയിങ്. ഇനി ലൗണ്ടറി സർവീസസിന്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ്, അവരുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, to collect or receive soiled and infected linen from different places. ഇവിടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്താണ്? To collect, receive soiled and infected linen from different areas. ഓരോ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ്, ഡിഫറെന്റ് ഏരിയാസിൽ നിന്ന് എന്താണ് സോയിൽഡ് ആയിട്ടുള്ള, മലിനമായിട്ട് അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ലിനൻ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ റിസീവ് ചെയ്യുക എന്നതാണ് അവരുടെ ആദ്യത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ ഡിഫറെന്റ് പ്ലേസസിൽ നിന്ന് എന്താണ് ഇൻഫെക്റ്റഡ് ആയിട്ട് സോയിൽഡ് ആയിട്ടുള്ള മെറ്റീരിയൽസുകൾ കളക്ട് ചെയ്യുക എന്നതാണ് അവരുടെ ആദ്യത്തെ ഫംഗ്ഷൻ. സെക്കൻഡ് വൺ എന്താണ്? To process the soiled linen, which include sorting, sluicing, disinfecting, washing, extracting, conditioning, ironing, pressing and folding. നെക്സ്റ്റ്, നമ്മൾ കളക്ട് ചെയ്ത മെറ്റീരിയൽസ്, കളക്ട് ചെയ്ത തുണിത്തരങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പ്രോസസ്സിംഗ് ആണ്, അല്ലെ? അതായത് മലിനമായ തുണിത്തരങ്ങൾ നമ്മൾ ഏറ്റവും ഹൈജീനിക് ആക്കി മാറ്റിയെടുക്കാനുള്ള പ്രോസസ്സിംഗ് ആണ് അവിടെ ചെയ്യുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യുന്നുണ്ട്? സോർട്ടിങ്, സോർട്ട് ചെയ്യുന്നു, മെറ്റീരിയൽസ് എല്ലാം സോർട്ട് ചെയ്യുന്നു. സ്ലൂസിങ് ചെയ്യുന്നു. സ്ലൂസിങ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്ലൂസിങ് നമ്മളതിനെ മുക്കി വെക്കാന്നൊക്കെ പറയില്ലേ? അപ്പൊ എന്തെങ്കിലും സൊല്യൂഷനോ ഡിറ്റർജൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മളിങ്ങനെ മുക്കി വെക്കാറില്ലേ തുണിത്തരങ്ങള്? ബെഡ്ഷീറ്റ്സ് ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറില്ലേ? സ്ലൂസിങ് ചെയ്യാറില്ലേ? ഓക്കെ,
പിന്നെ അത് ഡിസിൻഫെക്ട് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഉപയോഗിക്കുന്നു, അത് വാഷ് ചെയ്യുന്നു, എക്സ്ട്രാക്ട് ചെയ്യുന്നതിനെ പലതരത്തിൽ വേർതിരിച്ചെടുക്കുന്നു, അതിനെ കണ്ടീഷനിങ് ചെയ്യേണ്ട മെറ്റീരിയൽസ് ആണെങ്കിൽ കണ്ടീഷനിങ് ചെയ്യുന്നു, അയണിങ് ചെയ്യുന്നു, പ്രസ് ചെയ്യുന്നു, മീൻസ് അയൺ ചെയ്തതിനു ശേഷം പ്രസ് ചെയ്യുന്നു, ആൻഡ് ഫോൾഡ് ചെയ്യുന്നു. ഇത്തരം സ്റ്റെപ്പാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓരോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തതിനു ശേഷം ഇത്തരം പ്രോസസ്സിലൂടെയാണ് ലിനൻ മെറ്റീരിയൽസ് ഇവരെ കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ. Then to inspect and repair damaged materials and replace them. To inspect and repair damaged materials and replace them. എന്താ ചെയ്യുന്നത്? ഇവിടെ ഇവർ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ തുണിത്തരങ്ങളും നമ്മൾ എന്ത് ചെയ്യുന്നു? കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്യുന്നത്. അതിന് എന്തെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള ഇപ്പൊ തുണികൾ എന്തെങ്കിലും കീറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അത് മിസ്റ്റേക്സ് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ അത്രയും ഡാമേജ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അത് എന്ത് ചെയ്യുന്നു? അത് റീപ്ലേസ് ചെയ്യുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്നതിന് മുൻപായിട്ട് കൃത്യമായിട്ട് ഇൻസ്പെക്ട് ചെയ്തതിനു ശേഷം ഡാമേജ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം മാറ്റിയതിനു ശേഷം നമ്മുടെ ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രമാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? Then to distribute cleaner linen to the respective user departments as needed. To distribute cleaner linen to the respective user departments as needed. എന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും അവർ ആവശ്യപ്പെട്ടിരിക്കുന്ന ആവശ്യാനുസരണം ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിനനുസരിച്ച് അവർ ആവശ്യാനുസരണം മാത്രമാണ് നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും മെറ്റീരിയൽസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് കേട്ടോ. എങ്ങനെയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും? എപ്പോഴും ക്ലീൻ ആയിട്ടുള്ള ലിനൻ മെറ്റീരിയൽസ് ആയിരിക്കും ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും സർവീസ് ചെയ്യുന്നത്. And to maintain and control the inventories and process linen. To maintain and control the inventories and process linen. നമ്മൾ ഇവിടെയും ഇൻവെന്ററീസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ലിനൻ മെറ്റീരിയൽസിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രോസസ് ചെയ്യുന്ന ലിനൻസ് ആ ഇൻവെന്ററി ചെക്ക് ചെയ്തതിനു ശേഷമാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിരന്തരമായിട്ട് എന്താണ് ലിനൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെന്ററീസ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. Then retain different type of registers in the department. ഇനി ഈ ഡിപ്പാർട്ട്മെന്റിനകത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. അതായത് പല പ്രോസസ്സിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ ആ പ്രോസസ്സുമായി ബന്ധപ്പെട്ട് പല പല പ്രത്യേകിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഉള്ള രജിസ്റ്ററുകൾ സൂക്ഷിക്കുന്നുണ്ട്. അതായത് ഏതൊക്കെ പ്രോസസ്സ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഡോക്യുമെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് രജിസ്റ്റേഴ്സ് നമ്മളിവിടെ സൂക്ഷിക്കുന്നുണ്ട് കേട്ടോ. Then the responsibility of the department is to manage technical functions, determine of the type of linen to be purchased, the quantity of materials in stock, exercise requirements for the linen varying various areas, and the hospital needs to provide sufficient quantity linen for circulation as well as rest period in storage. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെക്നിക്കൽ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? ഏറ്റവും നല്ല ടൈപ്പ് ഓഫ് ലിനൻസ് പർച്ചേസ് ചെയ്തതിനു ശേഷം ഏറ്റവും നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് സ്റ്റോക്ക് ചെയ്യുക. സ്റ്റോക്ക് ചെയ്യുന്ന മെറ്റീരിയൽസ് ഏറ്റവും നല്ല മെറ്റീരിയൽസ് മാത്രമാണ്, ഏറ്റവും ഹൈജീനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ വേരിയസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, എപ്പോഴും എന്താണ് സഫീഷ്യന്റ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ലിനൻ സർക്കുലേറ്റ്, അതായത് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് വിതരണം ചെയ്യാനായിട്ടുള്ള അത്രയും മെറ്റീരിയൽസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിനകത്ത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിനാണോ ആവശ്യമായിട്ട് വരുന്ന മെറ്റീരിയൽസ് അത്രയും ഡിപ്പാർട്ട്മെന്റിന് സർക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ള ആവശ്യത്തിൽ കൂടുതൽ മെറ്റീരിയൽസ് തന്നെ നമ്മൾ എന്താണ് ഇതിനകത്ത് സപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആവശ്യത്തിലധികം കൂടുതലായിട്ട് എന്താണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ആണോ ആവശ്യപ്പെടുന്നത് അതിനനുസരിച്ചിട്ട് അവർ ആവശ്യപ്പെടുന്ന ക്വാണ്ടിറ്റിയിൽ എത്തിച്ചു കൊടുക്കുന്നതും പ്രത്യേകിച്ച് ഹൈജീനിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് എത്തിച്ചു കൊടുക്കുന്നതും ഈ ഒരു സർവീസസ് ആണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാമോ? മെയിൻ ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കിയേ.
ക്ലിയർ ആണോ? ഓക്കെ, അത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൽ വന്നത് ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണ്, ഇതിന്റെ ഡിസൈൻ എവിടെയാണ്, എങ്ങനെയാണ് ഈ ലോണ്ടറി സർവീസസിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്, എന്തൊക്കെ സോഴ്സസിനെ ഇവിടെ ആശ്രയിക്കുന്നുണ്ട്, ഏതൊക്കെ ടൈപ്പ് ഓഫ് ലിനൻസ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അതിന്റെ പ്രോസസ് എന്താണ്, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്, ഇൻഫെക്ഷൻ ആയിട്ടുള്ള ലിനൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നതിന് സെപ്പറേറ്റ് 3 രീതികളുണ്ട്, ആ രീതികൾ എന്തൊക്കെയാണ്, പിന്നെ റൊട്ടേഷൻ സിസ്റ്റം എന്താണ്, ലൗണ്ടറി നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ ബാക്കി വരുന്നത് കേട്ടോ. എളുപ്പമാണ്. അടുത്ത 2 ക്ലാസ് കൂടി തീർക്കാൻ നോക്കാം നമുക്ക്. ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ ചിലപ്പോൾ ഇങ്ങനെ പോർഷൻ തീരാത്തതുകൊണ്ട് നമ്മൾ എടുക്കും കേട്ടോ. ഇംഗ്ലീഷ് ഓൾമോസ്റ്റ് നിങ്ങൾ തീർന്നതാണോ? തീർന്നതാണോ? നജുവ ഇംഗ്ലീഷ് കഴിഞ്ഞാണോ നജുവ? തീർന്നാണ്. തീർന്നാ? പറഞ്ഞിട്ടുണ്ടായിരുന്നു മാം, കഴിഞ്ഞ മാസം വരെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മാസം റയറായിട്ട് വരുള്ളൂ. ഈ മന്ത് ലാസ്റ്റ് നമ്മുടെ ക്ലാസ് തീരും കേട്ടോ. ഞാൻ പറഞ്ഞിരിക്കുന്നത് പെട്ടെന്നായല്ലേ, 1 മാസം കൂടി ഉള്ളൂ നമ്മള്. അപ്പൊ ഈ PG വരുന്നവരെങ്ങനെയാ? PG പുതിയ ബാച്ച് തുടങ്ങിയിട്ടില്ലല്ലോ. ബാച്ച് തുടങ്ങുമ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്യുള്ളൂ കേട്ടോ. ഇത് കുട്ടികൾ സ്ട്രെങ്ത് കൂടുന്നതിനനുസരിച്ച് PGയുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. 24 ഉണ്ടാവും, 25, 24, 25, 26 ഈ 3 ബാച്ചിലെ കുട്ടികൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് അടുത്ത PGയിൽ ജോയിൻ ചെയ്യാം. അത് കോണ്ടാക്ട് ചെയ്താൽ എങ്ങനെയാണ് ഡീറ്റെയിൽസ് പറഞ്ഞുതരും കേട്ടോ. ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടോ? PG എടുത്തിട്ടുള്ളവരോ? ഞാൻ PG ആയിരുന്നു. PG എടുത്തിട്ടുള്ളവർ ചെയ്യുമ്പോൾ അതല്ല, ഈ കൂട്ടത്തിൽ PG ആണ്, ഡിപ്ലോമ അല്ല എടുത്തേക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കും ആ കൂട്ടത്തിൽ തന്നെയാണോ ക്ലാസ്? ഇതിന്റെ കണ്ടിന്യൂഷൻ അല്ല? കണ്ടിന്യൂഷൻ അല്ല, ഇത് കഴിഞ്ഞിട്ട് ഈ കോഴ്സും എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തെങ്കിലും ഇൻഫർമേഷൻ ആണെങ്കിലും ഓഫീസിൽ വന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? PG ക്ലാസ്സിൽ കയറാറില്ലേ? ഇല്ല, ആളെ ഇനി അവിടെ എത്തിയിട്ടാ കേറാൻ സാധ്യതയുള്ളൂ. വൈഫൈ കട്ടായിട്ടുണ്ടാവും. ആള് പോയില്ല അങ്ങോട്ട്? എന്നാ പോയിട്ട്? ഇല്ല, 7th പോകുള്ളൂ. പോകുള്ളൂ. ഓക്കെ, ശരി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം.